സർക്കാർ ഫലപ്രദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണമെന്ന അഭിപ്രായക്കാരാണ്. ഇതനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ്. അവരാണ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം. അവര് ഏറ്റവും ഫലപ്രദമായ അന്വേഷണം നടത്തുന്നത് കൊണ്ടാണ് തന്റെ കയ്യിലില്ല, നഷ്ടപ്പെട്ടു പോയി പറഞ്ഞ പീഡനങ്ങൾ കണ്ടെത്തിയത്. അതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യത്തെ വാദം പൊളിഞ്ഞു. അയ്യപ്പ സംഘത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ വ്യാജമായ പരാതിയുടെ ഉള്ളറകളിലേക്ക് പോയി അതിന്റെ ഉറവിടം കണ്ടെത്തി. രണ്ടാമത് 99 അവിടുന്ന് ഇപ്പോഴുണ്ടായ ഈ പാളികൾ കൊണ്ടുപോയത് സംബന്ധിച്ച് ചെമ്പിന്മേൽ സ്വർണം പൂശിയതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത് ചെമ്പുപാളി എന്നോ അത് സ്വർണ്ണമില്ലായിരുന്നുവെന്നോ എന്നുള്ളതൊന്നും വ്യക്തതയുള്ള കാര്യങ്ങളല്ല. അന്വേഷണം പൂർത്തിയാക്കേണ്ടതാണ്. എന്തായാലും വിജിലൻസിന്റെ വേഗം കണ്ടിട്ട് സംസ്ഥാന ദേവസ്വത്തിന്റെ വിജിലൻസ് ഇതിൽ ഫലപ്രദമായ പരിശോധന നടത്തുന്നു. ഒരു ബാംഗ്ലൂരിലൊരു അവിടെ നടക്കുന്ന ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ വരെ ചെന്ന് ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട ഒരിടത്തിൽ ചെന്ന് ചില വസ്തുതകൾ കണ്ടെത്തിയ ഒരു വിവരം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നല്ല നിലയ്ക്ക് ഇക്കാര്യങ്ങളെ കണ്ടെത്താനാകും. ഏറ്റവും വേഗം എല്ലാ റിപ്പോർട്ടുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കും. അന്വേഷണം ശക്തമാക്കണം. ക്രിമിനൽ കേസ് എടുക്കേണ്ടി വന്നാൽ അതിലേക്ക് പോവുക എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. തീർച്ചയായും അന്വേഷണം അത് വിശദമായി തന്നെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ഇതിൽ എവിടെയാണ് വീഴ്ച പറ്റിയത്? ഈ ശബരിമല പോലെ ഇത്രയും വരുമാനമുള്ള ഒരു സ്ഥലം, ഒരു ക്ഷേത്രം, അതുപോലെ തന്നെ ഇത്രയധികം ഈ സ്വർണം ശേഖരമുള്ള ഒരു സ്ഥലം, അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും ഒട്ടും തന്നെ ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടു പോയത്? ഇത് എവിടെയാണ്, ഇത് ആർക്കാണ് പിഴവ് പറ്റിയത്? ശബരിമലയിലെ സ്വർണ്ണശേഖരം സ്ട്രോങ് റൂമിലാണ്. അതിലൊരു അണുള്ള വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പൊ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് മാത്രമല്ലേ. അതുണ്ടാകാൻ കാരണം എന്താണ്? 40 കൊല്ലത്തേക്ക് അത് ANC കൊടുത്തിട്ടുള്ളതാണ്. അത് നന്നാക്കാൻ കൊണ്ടുപോകുന്നവർ തന്നെ അത് തിരിച്ചു സ്ഥാപിക്കണം. എന്തിനാണ് ANC കൊടുക്കുന്നത്? അതിൽ കേടുപാടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള ധാരണയുണ്ടല്ലേ ANC കൊടുക്കുന്നത്. ഒരു ANC ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് അത് അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കേണ്ടത്. അക്കാര്യത്തിൽ ആത്മീയ കച്ചവടത്തിന് വേണ്ടി അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുറവ് വന്നിട്ടുള്ള മുതലിന്റെ, സ്വർണത്തിന്റെയോ ചെമ്പിന്റെ ഏതാണെങ്കിലും അതിന്റെ അളവിനേക്കാൾ വലിയ കച്ചവടമാണ് ആത്മീയ കച്ചവടം. ആത്മീയ കച്ചവടത്തിന് ഈ പോറ്റ് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പറയുന്നത്, സർക്കാർ പറയുന്നത്, അയ്യപ്പ സംഗമം നടത്തിയത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പോറ്റുമാരും ഓരോയ്ക്ക് വരേണ്ട. ആകെ ശബരിമല വികസനത്തിന്റെ പാക്കേജ് ഉണ്ട്. അതിൽ സഹകരിക്കേണ്ടവർക്ക് പരസ്യമായി സഹകരിക്കാം. അവിടുത്തെ ആചാരങ്ങൾക്കനുസരിച്ച് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇതാണ് അയ്യപ്പ സംഗമം. അയ്യപ്പ സംഗമത്തെ ശരിവെക്കുന്നതാണ് പോറ്റിയുടെ ഭാഗത്തുണ്ടായ എല്ലാ ക്രമക്കേടുകളും. സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും ഈ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ മന്ത്രി VN വാസവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം അതുണ്ടാകാൻ വൈകിയതിലും ഇപ്പോൾ വിമർശനം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ, സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ ഒരു സ്വർണ്ണപ്പാളി കണ്ടെത്തിയതിനു ശേഷം അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ ദേവസ്വം മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. അല്ല, അവിടെ സംസ്ഥാന സർക്കാരെ എന്ന് പറയുമ്പോൾ എല്ലാം കോടതി ബോധിപ്പിച്ചു. കോടതി KT ശങ്കരൻ ജഡ്ജിയെ, റിട്ടയർഡ് ജഡ്ജിയെ ചുമതലപ്പെടുത്തി. ഒരു ഹൈക്കോടതി ജഡ്ജിയെ ചുമതലപ്പെടുത്തിയ കാര്യത്തിൽ മന്ത്രി കയറി ഇടപെടുക എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? അതുകൊണ്ട് മന്ത്രി അഭിപ്രായം പറയാൻ അക്കാര്യത്തിൽ പരിമിതി ഉണ്ടെന്ന് ആർക്കറിയില്ലാത്തത്? ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവന് മറുപടി പറയാൻ കഴിയും ആ ഘട്ടത്തിൽ. KT ശങ്കരനല്ലേ പരിശോധിക്കുന്നത്. ആ പരിശോധനയ്ക്ക് വിഘാതമാകുന്ന ഒരു അഭിപ്രായവും ഒരിടത്തൊന്നും കേരള സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല. ഉണ്ടാകുന്ന എല്ലാ അഭിപ്രായങ്ങളും കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അത് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ സമയത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.